സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് ബിജെപിയിലേക്ക് പോകുന്ന കോൺഗ്രസ് നേതാക്കൾ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും ബിജെപിയിൽ ചേരും എന്നാണ് നേരത്തെ ബിജെപി നേതാക്കൾ അറിയിച്ചത്. നെയ്യാറ്റിൻകര മുൻ എംഎൽഎ ആർ ശെൽവരാജ്, തിരുവനന്തപുരം ഡിസിസി ജനറൽ സെക്രട്ടറി ഉദയകുമാർ തുടങ്ങിയവർ ബിജെപിയിൽ ചേർന്നേക്കും എന്നാണ് വിവരം. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്തെ NDA ഓഫീസിൽ വെച്ച് അംഗത്വം നൽകുമെന്നാണ് ബിജെപി വ്യക്തമാക്കിയിട്ടുള്ളത്. 4 സീറ്റിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നത് ഈ മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളുടെ വരവ് കാത്താണ് എന്നും സൂചനയുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ കുര്യൻ, ഇതിൽ ഉയർന്നു കേൾക്കുന്ന പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ആണല്ലോ ഉയർന്നു കേൾക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. 11 മണിക്ക് ആരൊക്കെയാണ് NDA ഓഫീസിൽ എത്തുന്നത് എന്ന് അറിയാം. എങ്കിലും ലഭിക്കുന്ന ഉറപ്പിക്കാവുന്ന പേരുകൾ ഏതൊക്കെ? അഭിലാഷ്, ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ഇന്ന് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേരുന്നു. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് അവർ BJPയിൽ അംഗത്വം എടുക്കുന്നത് എന്ന തരത്തിലൊക്കെ പ്രസ്താവന നടത്തിയത്. അപ്പോൾ മുതൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. കാരണം പാർട്ടിയുമായി ഐക്യത്തിലല്ലാതെ യോജിപ്പില്ലാതെ നിൽക്കുന്ന പല നേതാക്കളുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന തരത്തിൽ ഒടുവിൽ ലഭ്യമാകുന്ന 3 പേരുകളാണ് അഭിലാഷ് തൊട്ടു മുമ്പ് സൂചിപ്പിച്ചത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് നെയ്യാറ്റിൻകരയുടെ മുൻ MLA ആയിട്ടുള്ള ആർ ശെൽവരാജിന്റെ പേരാണ്. അദ്ദേഹം CSI നാടാർ വിഭാഗത്തിൽ വലിയ തരത്തിൽ സ്വാധീനമുള്ള, നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ഒക്കെ വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ്. ആർ ശെൽവരാജിന്റെ പേരാണ് ഒന്നാമതായി പറഞ്ഞു കേൾക്കുന്നത്. രണ്ടാമതായി തിരുവനന്തപുരം DCC നേതൃത്വമായും KPCC നേതൃത്വമായും ഒക്കെ വലിയ തരത്തിൽ ഒറ്റയാൻ പോരാട്ടം നയിക്കുന്ന ഉദയകുമാർ, DCCയുടെ ജനറൽ സെക്രട്ടറി എന്ന ഉദയകുമാറിന്റെ പേരാണ്. അതോടൊപ്പമാണ് സ്പോർട്സ് കൗൺസിലിന്റെ മുൻ അധ്യക്ഷ കൂടിയായ പത്മിനി തോമസിന്റെ പേരും BJPയിൽ അംഗത്വം എടുക്കുമെന്ന തരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇവർക്കൊപ്പം മറ്റു ചിലർ കൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വട്ടിയൂർക്കാവിൽ നിന്നുള്ള ഒരു പറ്റം പ്രവർത്തകരാണ് പ്രധാനമായി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേർന്നത് എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അഭിലാഷ്, രാവിലെ 11 മണിക്കാണ് BJPയുടെ ഓഫീസിൽ ഈ കോൺഗ്രസിൽ നിന്നെത്തുന്ന പ്രമുഖർക്ക് അംഗത്വം നൽകുന്നതെന്നാണ് BJP കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ കോൺഗ്രസ് നേതാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും ഒക്കെ BJPയിൽ ചേരുന്നത് തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ എന്നാൽ അത്തരം കാഴ്ചകൾ പതിവായിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് ഇപ്പോൾ BJPയിലേക്ക് എത്തുന്നത്. അത് ആരൊക്കെ എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണാം.